എന്റെ പേര് കുര്യഞ്ചിയമാൻ എന്നാണ്. ഞാൻ കുട്ടനാട്ടിലാണ് വീട്. ഞാനൊരു കോൺഗ്രസ് കുടുംബാംഗമാണ്. ഞാൻ കർഷക കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരുന്നുണ്ട്. അതോടൊപ്പം തന്നെ UDF ബോർഡ് മെമ്പറായിട്ട് ഇരുന്നുണ്ട്. ഞാൻ 23 വർഷം കുട്ടനാട്ടിലെ പൊതുരംഗത്ത് ശക്തമായിട്ടുള്ളതാണ്. എനിക്ക് KC വേണമാലെ വർഷങ്ങളായിട്ട് അറിയാം. വെറും തട്ടിപ്പ് സമരമാണ് കൊടിക്കുന്ന സുരേഷും KC വേണമാലും ആന്റോ ഉൾപ്പെടെ വെറും കാണിക്കുന്നത്. നമ്മുടെ കൃഷിക്കാരെ വഞ്ചിക്കുന്ന പരിപാടിയാണ്. ഈ കുട്ടനാട്ടിൽ നെല്ലിന്റെ വില കിട്ടുന്നില്ല. കഴിഞ്ഞ തവണ നെല്ലിന്റെ വിലയിട്ട് ഒരു രാഷ്ട്രീയക്കാർ ഇട വന്നപ്പോ ഞാൻ നിർത്തുന്ന കുട്ടനാട് നേടി സംഘടന ഞങ്ങൾ സമരം ഇടുന്നു. ഞാൻ 50 ദിവസമാണ് എന്നെ ജയിലിൽ പിടിച്ച് കിടന്നത്. 50 ദിവസം നടത്തി. എന്ത് കോൺഗ്രസ്സുകാർ എന്ത് ഇറങ്ങിയില്ല? KC വേണമാല് 29 പഞ്ചായത്ത് വിശാലമായി കുട്ടനാട് കിടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ എന്തുകൊണ്ട് കേസ് ഇറങ്ങിയില്ല? കുടിക്കുന്ന ഉദ്ദേശിച്ച് തട്ടിപ്പ് സമരം നടത്തി എന്തുണ്ടായി? അതോടൊപ്പം തന്നെ 2 കൃഷിക്കാർ ആത്മഹത്യ കുട്ടനാട്ടിൽ 2 കൃഷിക്കാർ ആത്മഹത്യ. അത് ഈ വർഷം വന്നു. ഇപ്പൊ നോക്കിയേ, 1 മാസമായിട്ട് നെല്ലിന് വില കൊടുത്തു. 1 മാസമായിട്ട് നിങ്ങൾ ഓർത്തോക്കെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 1 മാസം വലിയ വിഷയമായി. ഇപ്പൊ ഇലക്ഷൻ ടൈമാണ്, വന്നിട്ട് നെല്ല് വില കിട്ടുന്നില്ല. പിന്നെ കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞാൽ കുടിവെള്ളമാണ് പുഴുങ്ങുന്ന കിട്ടുന്നില്ല. പുഴുങ്ങുന്ന കാവാലം നീരുമ കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? പാവങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ആഴ്ചയിലെ വെള്ളം കുടിച്ച് ക്യാൻസറിന്റെ വാക്കിൽ നിൽക്കുന്നത്. എത്ര മുന്നോട്ട് ഇലക്ഷൻ ടൈമായിട്ട് നമുക്ക് വിഷമിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, ഞാനൊരു സാമ്പത്തിക വീട്ടിലാണ്. എനിക്ക് ഇവിടെ ഒന്ന് കിടക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സാധാരണക്കാരുടെ ശബ്ദമായി ഇവിടെ വന്ന് മനസ്സിലാക്കേണ്ട ഒരു എല്ലാവരും അറിയിക്കേണ്ട എനിക്കുണ്ട്. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്നലെ NDA സ്ഥാനാർത്ഥി മാഡം ഇവിടെ വന്നു. ഇവിടെ വന്ന് ശോഭാ സുരേന്ദ്രൻ ഇവിടെ വന്ന് കണ്ടു. അതോടെ തന്നെ KC വേണമെന്ന് ഞാൻ കണ്ടു. KC വേണമെന്ന് ഞാൻ പൊക്കി കാണിച്ചു. KC വേണമെന്ന് ഇന്നലെ വരെ വാട്സാപ്പിൽ അയച്ചു നോക്കിയാൽ അദ്ദേഹത്തെ മാറി ഉണ്ടെങ്കിൽ അതേ ഇവിടെ വരാമായിരുന്നു. അപ്പൊ കുട്ടനാട്